നമസ്കാരം, ഞാൻ നിത്യ. എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മുടെ കഴിഞ്ഞ കുറേ എപ്പിസോഡുകൾ നമ്മൾ വാസ്തുവിനെ പറ്റിയായിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത്. അതിൻ്റെ സംശയങ്ങളും കാര്യങ്ങളും എല്ലാം ആയിരുന്നു. ഇന്ന് നമ്മൾ ന്യൂമറോളജിയെ പറ്റിയിട്ടാണ്. നമ്മൾ ഒരുപാട് അതിനെ പറ്റിയിട്ട് ചർച്ച ചെയ്തിട്ടുണ്ടായിട്ടില്ല. പക്ഷേ ഇന്ന് നമ്മൾ ആ ഒരു വിഷയമാണ് എടുക്കുന്നത്. ഇപ്പം നിങ്ങളും ഒരു ബിസിനസ് സ്ഥാപനം നടത്തുന്ന ഒരാളായിരിക്കാം, ഇല്ലെങ്കിൽ തുടങ്ങാൻ പോകുന്ന ഒരാളായിരിക്കും ഒരു പുതിയൊരു വർഷമായിട്ട്. അപ്പം നിങ്ങൾക്ക് അറിയേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ സാറിനോട് ചോദിക്കാം. നമുക്ക് സാറിൻ്റെ കയ്യിൽ നിന്ന് അതിൻ്റെ ഉത്തരങ്ങളൊക്കെ കേൾക്കാം. സാർ നമസ്കാരം. നമസ്കാരം. ഇപ്പം 2024 ഒരുപാട് ബിസിനസ് തുടങ്ങാൻ നോക്കുന്നവരൊക്കെ ഉണ്ടാവും. ഇപ്പോൾ ഹോട്ടലായിക്കോട്ടെ, എന്തെങ്കിലും ആയിക്കോട്ടെ. ഈ ബിസിനസ് സ്ഥാപനങ്ങൾക്കൊക്കെ ഒരു പേരുകളുണ്ട്. ഹോട്ടലിനുണ്ട്, ചിലത് അതിൻ്റെ ആസ്പദമാക്കിയിട്ടുള്ള പേരുകളായിരിക്കും. ഹോട്ടലായിക്കോട്ടെ, എന്തെങ്കിലും ആയിക്കോട്ടെ. ഒരു പേരിടുന്നതിനകത്ത് എന്താണ് കാര്യമുള്ളത്? അങ്ങനെ നമ്മൾ നോക്കിയിടേണ്ടതുണ്ടോ? തീർച്ചയായിട്ടും ഒരു പേരിടുന്നതിൽ എന്ത് കാര്യമുണ്ടെന്നുള്ള ചോദ്യം വളരെ ബലഹീനമാണ്. പേരിടുന്നതിൽ മാത്രമേ കാര്യമുള്ളൂ. കാരണം ആ പേരും അതിൻ്റെ സൗണ്ട് ഫ്രീക്വൻസിയും ഒരു നിശബ്ദമായി നമ്മളെ നയിക്കുന്ന ഭാഗ്യങ്ങളാണ്. ഒരുപക്ഷെ ഒരിക്കലും അത്തരം ഭാഗ്യങ്ങൾ നിങ്ങൾക്ക് പരിശീലിച്ചോ എടുക്കാൻ പറ്റില്ല. പക്ഷേ ആ പേര് ആ സ്ഥാപനത്തിലിടുമ്പോൾ നിശബ്ദമായി നമ്മളെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന അതിമനോഹരമായ എനർജി ആയിട്ട് മാറും ആ പേര്. ജനമനസ്സിൽ, ബിസിനസ്സിനാണെങ്കിൽ ജനമനസ്സിൽ നിന്നും ആ പേര് എവിടെയെങ്കിലും ഒരു ഭാഗത്ത് നിന്ന് അത് തങ്ങി നിന്ന് അവരെ പ്രേരിപ്പിക്കും. ഒരു 10 ഷോപ്പാണെന്ന് വയ്ക്കുക. ഇപ്പോൾ കുട മേടിക്കുന്ന അല്ലെങ്കിൽ റെഡിമെയ്ഡ് ഉൽപ്പന്നങ്ങൾ, ഡ്രസ്സ് മേടിക്കുന്ന ഒരു 10 ഷോപ്പായിരിക്കാം. ആ 10 ഷോപ്പിലും ഒരേ മെറ്റീരിയലും ഒരേ അവൈലബിലിറ്റിയും ഒക്കെ ഉണ്ടായിരിക്കാം. പക്ഷേ ഒരു പേര് ആ കസ്റ്റമേഴ്സിനെ ദിശ തിരിച്ച് ആ ഷോപ്പിലേക്ക് എത്തിക്കും. ഒരുപാട് ഹോട്ടൽസ് ഉണ്ടാവും. ഹോട്ടൽസൊക്കെ എല്ലാം നല്ല ഭക്ഷണമാണ്. ആൾമോസ്റ്റ് ഒക്കെ എല്ലാം ആവറേജ് ഭക്ഷണങ്ങൾ തന്നെയാണ്. തീരെ മോശം ഹോട്ടലിലേക്ക് നമുക്ക് വേഗം തിരിഞ്ഞെടുക്കാനും പറ്റും. പക്ഷേ ചില ആൾക്കാർ ആലോചിക്കുന്നത്, ഞാൻ നല്ല ഭക്ഷണമാണ് കൊടുക്കുന്നതെങ്കിൽ പോലും എന്തുകൊണ്ട് എനിക്ക് കച്ചവടം കിട്ടുന്നില്ല, എൻ്റെ സ്റ്റാഫുകൾ നിൽക്കുന്നില്ല എന്നുള്ള വലിയൊരു ചോദ്യം നിൽക്കുകയാണ് ഹോട്ടൽസ് ഉടമകൾക്ക്. അവിടെയും ഈ പേര് നിശബ്ദമായി സഹായിക്കുകയോ പ്രഹരിക്കുകയോ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ പേരിടുമ്പോൾ അത് ഒരു നഷ്ടമില്ലാത്ത പേരാണ്. ഒരു പേര്, ഏതെങ്കിലും ഒരു നല്ല പേര് ജനങ്ങൾക്ക് ഫസ്റ്റ് കമേഴ്ഷ്യൽ പർപ്പസ് എപ്പോഴും ഗ്രാമീണമോ അല്ലെങ്കിൽ നാട്ടിൻപുറങ്ങളോ അല്ലെങ്കിൽ ടൗണിലോ അല്ലെങ്കിൽ സാധാരണ പബ്ലിക് വരുന്ന സ്ഥലങ്ങളിൽ എപ്പോഴും അവരെപ്പോഴും കേട്ടും ഉപയോഗിച്ചുമുള്ളൊരു പേരായിരിക്കും ആദ്യം നിങ്ങൾ തിരഞ്ഞെടുക്കണം. കാരണം ഫ്രീക്വൻസി ബേസ് സെറ്റ് ആവാൻ പറ്റില്ല. ഇപ്പം മജസ്റ്റിക് എന്നൊരു പേര്, ഹോട്ടൽ മജസ്റ്റിക് എന്നൊരു പേരാണെങ്കിൽ മജസ്റ്റിക്കിൻ്റെ ഫ്രീക്വൻസി എത്രയാണെന്ന് ആദ്യം നോക്കേണ്ടത്. അല്ലെങ്കിൽ റോയൽ ഹോട്ടൽ എന്നുള്ള പേരാണെങ്കിൽ മാസ്റ്റർ നെയിം റോയലായിട്ട് വരുന്നത്. അപ്പോൾ റോയൽ എത്രയാണെന്ന് നോക്കേണ്ടത്. അപ്പോൾ എത്രയാ നോക്കേണ്ടതെന്ന് പറയുമ്പം എത്രയിൽ വരണമെന്നും പറയാനുള്ളൊരു ബാധ്യത എനിക്ക് വരുന്നുണ്ട്. എപ്പോഴും ബിസിനസ് സ്ഥാപനങ്ങൾ എപ്പോഴും ജനങ്ങൾ കൂടുതൽ ആകർഷിക്കുകയും ജനങ്ങൾ കൂടുതൽ വരേണ്ടിയും പോലെയുള്ള സൂപ്പർ മാർക്കറ്റ് അല്ലെങ്കിൽ പ്രൊഫഷണൽ സ്റ്റോഴ്സ് അല്ലെങ്കിൽ ഹോട്ടൽ അല്ലെങ്കിൽ ഇതുപോലെ എപ്പോഴും ജനങ്ങൾ വന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനം, ആ ശൈലിയിലുള്ള ബിസിനസ് എപ്പോഴും ജനവശ്യമാകുന്ന നമ്പേഴ്സ് ഇടണം. അപ്പം ഏറ്റവും കൂടുതൽ ഇതിൽ വിജയകരമായി ഞങ്ങൾ കണക്കാക്കുന്ന നമ്പർ 14 14 മാത്രം നോക്കിയാൽ പോരാ. ഇപ്പം നമ്മൾ ഫ്രീക്വൻസി ഇപ്പോൾ റോയൽ 14 വന്നു എന്ന് വയ്ക്കുക. ആ 14 സൂക്ഷ്മം, ഹീബ്രു പിരമിഡ് സൂക്ഷ്മം നോക്കണം. ന്യൂമറോളജി പോലെ തന്നെ അതേ സംവിധാനമുള്ളതാണ് പിരമിഡ് ന്യൂമറോളജി, ഹീബ്രു ബേസിൽ വരുന്നത്. അപ്പം ഈ 14 ഇതിൽ കിട്ടുന്നു. പക്ഷേ ഹീബ്രു പിരമിഡിൽ ചെക്ക് ചെയ്യുമ്പോൾ അത് റിവേഴ്സ് ആയിരിക്കും. അപ്പോൾ ഹീബ്രുവിലും ന്യൂമറോളജിയിലും, കാരണം രണ്ടും വലിയ ഓളജീസാണ്, രണ്ടും വലിയ വലിയ മഹാന്മാരുടെ കണ്ടുപിടുത്തങ്ങളാണ്. ഏതെങ്കിലും ഒന്ന് ശരിയെന്ന് പറയുമ്പോൾ ഞാൻ മറ്റൊരാൾ തെറ്റെന്ന് പറയുന്നതിന് തുല്യമാവും. ഞാനത് രണ്ടും പഠിച്ചു. ഞാൻ അറിയാം, കഴിഞ്ഞ വ്ലോഗിൽ പറഞ്ഞിട്ടുണ്ട്, രണ്ടും മാത്രമായിട്ട് ഞാൻ നിർത്തിയില്ല. ഈ ന്യൂമറോളജിയിൽ എടുക്കുന്ന ഫ്രീക്വൻസി ഉദാഹരണം 14 ആണെന്നുണ്ടെങ്കിൽ ആ 14 എന്നുള്ളത് 1+4 5. 5 എന്നുള്ളതൊരു ഗ്രഹത്തിനെ സൂചിപ്പിക്കുന്നു. ആ ഗ്രഹം ആ ഉപയോഗിക്കുന്ന ആളുടെ ജന്മജാതകത്തിൽ എന്ത് രീതിയിലാണെന്നും ഉച്ചമാണോ നീചമാണോ സമമാണോ ഇതൊക്കെ കൂടെ പരിശോധിക്കുക. അതിന് ആസ്ട്രോ ന്യൂമർ എന്ന് പറയും. അപ്പം ഞാൻ ഈ 3 ഘട്ടങ്ങളും കൂടെ ചേർത്താണ് ഒരു പേര് റിലീസ് ചെയ്യുന്നത്. സമാന്തരമായ അനുഭവങ്ങൾ ഒത്തിരി ഉണ്ട്. ഇപ്പോൾ നമ്മൾ ബിസിനസ് സംവിധാനം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ ആ സബ്ജക്റ്റ് എടുക്കുക. അത് പേരിലോട്ട് വരുമ്പോൾ ഞാൻ ആ സബ്ജക്റ്റ് എടുത്തു തരാം. ഈ ബിസിനസ് ഉപയോഗിക്കുന്ന ആൾക്കാർ, ഇപ്പം നമ്മളിപ്പോൾ കൊക്കക്കോള ഒരു 3-4 പേര് ചേർന്നൊരു കമ്പനി ആയിരിക്കാം. പക്ഷെ ആദ്യത്തെ പേരാണ് ഇതിൻ്റെ ഫസ്റ്റ് ബലിഷ്ഠമായി നമ്മളെ അനുഭവിപ്പിക്കുന്നത്. അപ്പോൾ ഈ കൊക്കക്കോള എന്നുള്ള കമ്പനി കേരളത്തിൽ മേടിച്ച് അടിക്ക് കൈയും കണക്കില്ല. പക്ഷെ ഇന്നും കേരളത്തിൽ കൊക്കക്കോള കമ്പനിയുണ്ട്, നമ്മളും കുടിക്കുന്നുമുണ്ട്, അല്ലേ? അപ്പോൾ അതിനെ പിടിച്ചു നിർത്താൻ ആ പേര് ഒരുപാട് കാരണമായെന്നാണ് ഞാൻ ഇതിലൂടെ വെളിപ്പെടുത്തുന്നത്. ഓഫ് കോഴ്സ് അത് 14 ഏതൊരു കമ്പനിയും 14 വരുന്നു എന്നുണ്ടെങ്കിൽ അത് ബാലൻസ് ചെയ്ത് പോകും. അത് മുന്നോട്ട് പോകാതിരിക്കാൻ ഒരു കാരണം ഒരുപക്ഷെ അതിൻ്റെ ആ പ്രൊപ്പറേറ്ററിൻ്റെ എന്തെങ്കിലും ബലഹീനതകളോ തന്നെ ആയിരിക്കാം. അതല്ലെങ്കിൽ അതിൻ്റെ വാസ്തുദോഷങ്ങളോ മറ്റെന്തെങ്കിലും ആയിരിക്കും. എന്നാൽ പോലും പരമാവധി അത് ബാലൻസ് ചെയ്ത് കൊടുക്കും. നല്ലൊരു പേര് ബിസിനസ് സ്ഥാപനങ്ങൾക്ക് വെക്കുകയാണെങ്കിൽ ആ പേര് വെക്കുമ്പോൾ 2 നെയിം ഉണ്ടാവും.
മനസ്സിലല്ലേ? ഇപ്പോൾ മാസ്റ്റർ ബിൽഡേഴ്സ് എന്ന് പറഞ്ഞു വരും. അപ്പോൾ മാസ്റ്റർ എത്രയാണ്, ബിൽഡേഴ്സ് എത്രയാണ്, മാസ്റ്റർ ബിൽഡേഴ്സ് കൂട്ടുമ്പോൾ എത്രയാണ്, ഇതെല്ലാം നമ്മൾ നോക്കണം. അപ്പോൾ ആദ്യം വരുന്ന ശബ്ദം മാസ്റ്റർ, അപ്പോൾ മാസ്റ്റർ എത്രയാണെന്ന് നോക്കണം, അതിനൊരു പ്രാധാന്യം കൊടുക്കണം. 50% അബോ മൂവ് ചെയ്ത് തരുന്നത് ഫസ്റ്റ് നെയിമാണ്, മാസ്റ്റർ നെയിം എന്ന് പറയും അതിൻ്റെ മാസ്റ്റർ പേരാണെങ്കിൽ. എന്നിട്ട് ടോട്ടൽ നെയിം, അപ്പോൾ ലിമിറ്റഡ്, പ്രൈവറ്റ് ലിമിറ്റഡ്, ഇതൊക്കെ നമ്മൾ അത്രത്തോളം സീരിയസ് ആയിട്ട് കൂട്ടണ്ട. പക്ഷേ ഡിസ്പ്ലേ നെയിം എന്ത് വരുന്നു അത് വളരെ കൃത്യമായി കൂട്ടണം. ഇപ്പോൾ പോത്തീസ് എന്നുള്ളൊരു ഡിസ്പ്ലേ നെയിം ഉണ്ട്, ജയലക്ഷ്മി എന്നുള്ളൊരു ഡിസ്പ്ലേ നെയിം ഉണ്ട്. നമ്മുടെ പേര് നമ്മുടെ ഒരു ബിസിനസ് സ്ഥാപനത്തിന് ഇട്ടാൽ നല്ലതാണോ? ആ വ്യക്തികളുടെ പേരാ. സോ വ്യക്തികളുടെ പേരായിരുന്നാലും കോമൺ നെയിം ആയിരുന്നാലും നമ്മൾ സാങ്കല്പികമായ പേര് ഉണ്ടാക്കിയെടുത്താലും ശരി, അതൊന്നും ഒരു വിഷയമല്ല. ഫ്രീക്വൻസി എന്താണെന്ന് മാത്രമേ വിഷയമായി വരുന്നുള്ളൂ. ഇപ്പം നിങ്ങൾ ഭഗവാന്റെ പേരിട്ടാലും ശരി, ഫ്രീക്വൻസി ശരിയില്ലെങ്കിൽ ആ ബിസിനസ് മുന്നോട്ട് പോകത്തില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ന്യൂമറോളജിയിൽ വിഷ്ണു എന്ന് പേരിടുന്ന ഒരുപാട് സുഹൃത്തുക്കളെ ഞാൻ കാണുന്നുണ്ട്. വെറും വിഷ്ണു എന്ന് മാത്രം. സായി വിഷ്ണു അല്ല, വിഷ്ണു കുമാറല്ല, അല്ലെങ്കിൽ വിഷ്ണു രാജല്ല, വിഷ്ണു ഭവനല്ല, വിഷ്ണു എന്ന് മാത്രം മാസ്റ്റർ നെയിമായി ഏത് ലോകത്തും വിഷ്ണു എന്ന് മാത്രം അറിയപ്പെടുന്ന ഒരു വ്യക്തിയുടെ ജീവിത സാഹചര്യം വലിയ ബുദ്ധിമുട്ടിലായിരിക്കും. ഞാനീ പറയുന്നത് അദ്ദേഹത്തിന് ഭക്ഷണമില്ല, വാഹനമില്ല, വീടില്ല എന്നല്ല പറയുന്നത്. അദ്ദേഹത്തിൻ്റെ തലങ്ങളിൽ അയാൾ വലിയൊരു അകാരണങ്ങളാൽ അയാൾ ഫെയിലിയേഴ്സ് മേടിച്ച് കൂട്ടിക്കൊണ്ടിരിക്കും, അല്ലെങ്കിൽ താമസം മേടിച്ച് കൂട്ടിക്കൊണ്ടിരിക്കും. പേര് ഭഗവാന്റെ പേരാ. അതേപോലെ തന്നെ മേരി, അതൊരു മദർ മേരി, അതായത് ജീസസിൻ്റെ അമ്മ. അപ്പോൾ അതൊരു വിശ്വാസ രീതിയിൽ ഒരുപാട് ആൾക്കാർ ആരാധിക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ ആ മേരി എന്ന് പേരിടുമ്പോൾ വെറും മേരി എന്ന് മാത്രം, അത് അന്ന മേരി അല്ല, മേരി അന്നയല്ല, മേരി ഫ്രാൻസിസ്, അങ്ങനെ എന്നുള്ള പല പേരുകളുണ്ട്. പക്ഷേ മേരി എന്ന് മാത്രം തനിച്ച് പ്രൊനൗൺസ് ചെയ്യപ്പെടുമ്പോൾ ഒരുപാട് ത്യാഗങ്ങൾ അവർ സഹിക്കേണ്ടി വരും. അത് അവർക്ക് നേരിട്ട് പറയുന്നത്, ഇതിന് അവർക്കും ഭക്ഷണമില്ലെന്നോ വീടില്ലെന്നോ ഒന്നും അല്ല ഞാൻ പറയുന്നത്. അവരുടെ ചിന്തകളിൽ, അവരുടെ മൂവ്മെൻറ്റ്സിൽ എപ്പോഴും കാലതാമസവും ഫെയിലിയേഴ്സും അകാരണങ്ങളാൽ അവർ വിഷമിച്ചുകൊണ്ടിരിക്കും. പേര് തരുന്ന ഫ്രീക്വൻസിയാണ് അതെല്ലാം. ദൈവങ്ങളുടെ പേരായിട്ട് പോലും കാര്യമില്ല. ഇനി നമ്മൾ ദൈവങ്ങളുടെ പേരെന്ന് പറഞ്ഞാലും യഥാർത്ഥ ദൈവങ്ങളുടെ പേരാണോ നമ്മൾ ഉച്ചരിക്കുന്നത്? അല്ല. പ്രത്യേകിച്ച് മലയാളികൾ. ഒരു ദൈവത്തിൻ്റെ പേര് കൃഷ്ണ എന്നാണ്. കൃഷ്ണയുടെ ഫ്രീക്വൻസി 19. പക്ഷെ അത് കേരളത്തിൽ വരുമ്പോൾ കൃഷ്ണൻ, ഇനി ഒരു 5 കൂടുന്നു അല്ലേ. രാം എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്, പക്ഷെ ഇവിടെ രാമൻ എന്നാക്കുന്നു. സോ നമ്മളൊരു പേര് ക്രിയേറ്റ് ചെയ്യുക, അദ്ദേഹത്തിൻ്റെ ഒറിജിനൽ പേരിൽ നിന്ന് നമ്മൾ മാറ്റി വേറൊരു പേര് എടുത്തിട്ട് ആ പേരിൻ്റെ പിന്നിൽ നമ്മൾ നിൽക്കുകയാണ്. അതല്ല. അപ്പോൾ ദൈവങ്ങളുടെ പേരാണെങ്കിൽ പോലും അതിൻ്റെ ഉത്ഭവ സ്ഥാനങ്ങളിൽ അതിൻ്റെ പേര് മറ്റൊന്നായിരിക്കും. മനസ്സിലായില്ലേ? അപ്പോൾ ക്രിസ്ത്യൻ നെയിമിൽ ഇതുപോലെ ഒത്തിരി പേരുണ്ട്. ക്രിസ്ത്യൻ നെയിമിലെ ഈ പേര് കോമഡി ഒരുപാട് കാണുന്നത്. എൻ്റെ ഒറിജിനൽ പേര് വേറൊരു ഫ്രീക്വൻസി ശബ്ദമായിരിക്കാം, ഇവിടെ പറയുന്നത് വേറൊരു രീതിയിലായിരിക്കാം. ഇപ്പം നമ്മളിപ്പോൾ ജോർജ് എന്ന് പറയത്തില്ലേ, അതിൻ്റെ ഉത്ഭവ സ്ഥാനത്ത് എൻ്റെ പേര് ജോർജ്, ജിഒ കറക്റ്റായിട്ട് പ്രൊനൗൺസ് ചെയ്യപ്പെടുന്നു. പക്ഷെ നമ്മൾ വിളിക്കുന്നത് എടാ ജോർജ്, അപ്പോൾ JO ആണ് വരുന്നത്. ഇനി തമിഴ്നാട് പോയിക്കാണെങ്കിൽ ജാർജ് എന്ന് വിളിക്കും, JA ആണ് വരുന്നത്. മനസ്സിലല്ലേ? അപ്പോൾ പേര് ഉപയോഗിക്കുമ്പം പുസ്തകങ്ങൾക്കുള്ളിലോ അക്ഷരങ്ങൾക്കുള്ളിലോ ഒളിച്ചിരിക്കുന്നതിൽ ഒരിക്കലും ന്യൂമറോളജിയായിട്ടൊരു ബന്ധമില്ല. അത് അവിടെ തന്നെ ഇരുന്നോട്ടെ. അതിന് ഉദാഹരണമാണ് ഞാൻ ഈ പറഞ്ഞത്, നമ്മുടെ പ്രശസ്ത നടൻ മമ്മൂട്ടി. ഞാൻ എല്ലാവരോടും പറയുന്ന ആദ്യത്തെ ഉദാഹരണം അതാണ്. അദ്ദേഹം ഒരു കാർ മേടിക്കുമ്പോഴോ അല്ലെങ്കിൽ ഇലക്ഷന് ഒരു വോട്ടിടാൻ പോകുമ്പോഴോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആധികാരികമുള്ള മറ്റെവിടെയെങ്കിലും മമ്മൂട്ടി എന്നല്ല സൈൻ ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ പേരും മറ്റ് സൈനും വ്യത്യസ്തമായിരിക്കാം. രജനീകാന്ത് ആയിരുന്നാലും ശരി, ആരായിരുന്നാലും ശരി. അപ്പോൾ ഫലത്തിൽ എന്ത് പേരാണോ ഉപയോഗിക്കുന്നത്, കൂടുതൽ ഏറ്റുവാങ്ങുന്ന ശബ്ദം എന്താണോ ആ ശബ്ദത്തിൻ്റെ ഫ്രീക്വൻസി അവരുടെ ജീവിതത്തിൻ്റെ മുഖ്യധാരയായി മാറും. ഒരുപക്ഷെ നെഗറ്റീവ്, ഒരുപക്ഷെ പോസിറ്റീവ്. അപ്പോൾ അത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നുള്ളതാണ് ടെക്നീഷ്യനിലൂടെ നമ്മൾ തിരിച്ചറിയേണ്ടത്. എന്തോരം കാര്യങ്ങളാണ് നമ്മൾ ചെയ്തു തീർക്കുന്നത്. ഒരു നിമിഷം നമ്മുടെ സ്വന്തം പേര് ജനനം മുതൽ മരണം വരെ മരിച്ചു കഴിഞ്ഞാലും ഉപയോഗിക്കപ്പെടേണ്ട ഒരു പേരിനെ കുറിച്ച് എന്തേ നിങ്ങൾ ചിന്തിക്കുന്നില്ല? നിങ്ങൾക്കൊരു അല്പം 2 കിലോ വെയിറ്റ് കൂടുകയാണെങ്കിൽ നിങ്ങൾ ഭാര്യഭ്രാന്തരായിട്ട് ജിമ്മിലും പല ഭാഗങ്ങളിലും ഓടുകയാണ്. നിങ്ങളുടെ മുടി ഒന്ന് വെളുക്കുകയാണെങ്കിൽ സങ്കടം സഹിക്കാനായത് ഡൈ അടിച്ച് കാലം നീട്ടുകയാണ്. അപ്പം സ്ഥായിയായ ഒന്നിനു വേണ്ടി നിങ്ങൾ ഒന്നും ചെയ്യുന്നില്ല. പക്ഷെ സ്ഥായിയായ ഒന്നാണ് ഈ പേര്. മരണം കഴിഞ്ഞാലും ആ പേരിൽ അറിയപ്പെടും നമ്മൾ. അപ്പോൾ മരണം കഴിഞ്ഞ് നമുക്ക് ആ പേരുകൊണ്ട് ഉപയോഗമില്ലെങ്കിൽ പോലും നമ്മൾ ആ പേരിലാണ് അറിയപ്പെടുന്നത് പോലും, അല്ലേ, കുറച്ച് കാലത്തേക്കെങ്കിലും. അപ്പോൾ ജീവിച്ചിരിക്കുമ്പോൾ ന്യൂമറോളജി തരുന്ന ഫലം എന്ന് വെച്ചാൽ ലോ ഓഫ് അട്രാക്ഷൻ. അതായത് മറ്റൊരു വ്യക്തിയെ അട്രാക്ട് ചെയ്ത് തരുന്നു ന്യൂമറോളജിയിലൂടെ. അപ്പോൾ ഭാഗ്യകരമായ പേരുള്ളവർക്ക് ഭാഗ്യകരമായ വ്യക്തികളെ അട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റും. അൺഫിറ്റ് നേച്ചറിൽ നിർഭാഗ്യകരമായ ഒരു ഫ്രീക്വൻസിയാണ് ഉപയോഗിക്കുന്നത്. അയാളുടെ ഫ്രണ്ടിൽ വന്ന് ചാടുന്നില്ല, നിർഭാഗ്യശാലികളായിരിക്കും. എന്നിട്ട് ഇവർ പറയുന്നത് എന്നറിയേ, കണ്ടില്ലേ നീയും കഷ്ടപ്പെടുന്നു ഞാനും കഷ്ടപ്പെടുന്നു, രണ്ടുപേരും അങ്ങ് ചേർന്ന് കരയുകയാണ്. പിന്നെ കണ്ടില്ലേ നമ്മൾ രണ്ടുപേരും കഷ്ടപ്പെടുന്നല്ലേ എന്ന് പറഞ്ഞു. എന്തിനാന്നേ നിങ്ങൾ കഷ്ടപ്പെടുന്നു? ആ കഷ്ടപ്പാട് മാറ്റണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സൗഹൃദ വലയത്തിൽ നിന്നാണ് നിങ്ങൾ രക്ഷപ്പെടേണ്ടത്. ആദ്യം കോൺടാക്ട്സ് ആണ് നമ്മളെ നയിക്കുന്നത്. ഒരുപാട് കോൺടാക്ട്സിലൂടെയാണ് ഇന്ന് അത്യാവശ്യം ഒരുപാട് ആൾക്കാർ ഡെവലപ്പായി പോകുന്നത്. അപ്പോൾ കോൺടാക്ട്സ് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഹൈ ഫ്രീക്വൻസി ഉള്ള ഒരാളുടെ കോൺടാക്ട്സാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രീക്വൻസിയാണ് ആദ്യം നിങ്ങൾ പരിശോധിക്കേണ്ടത്. ഒരു പക്ഷേ നിർഭാഗ്യവശാൽ നിങ്ങളുടെ ഫ്രീക്വൻസി വളരെ ലോ ആണെന്നുണ്ടെങ്കിൽ മാനുവലി നിങ്ങളുടെ ഫ്രീക്വൻസി സെയിം നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരാളുടെ ഫ്രീക്വൻസിയിലോട്ട് മാറുക. എന്നിട്ട് അദ്ദേഹവുമായിട്ട് നിങ്ങൾ പഴകി വരുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾ തമ്മിൽ കുറച്ച് കൂടുതൽ ക്ലോസ് ആവാൻ സാധ്യത ഉണ്ട്.
അപ്പം നിങ്ങളുടെ ബിസിനസ് ആശയങ്ങൾ അദ്ദേഹത്തിനോട് വ്യക്തമാക്കാം, അദ്ദേഹം നിങ്ങളെ കേൾക്കും. സെയിം ഫ്രീക്വൻസി വന്നു കഴിഞ്ഞു. ഇത്തരം മഹാരഹസ്യങ്ങളാണ് ന്യൂമറോളജിക്കുള്ളിൽ അടങ്ങിയിരിക്കുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ ഇവിടെ ഉപയോഗിക്കുന്നത് എങ്ങനെയാണ്? ഒരു ഐ കൂടുതലിടും, ഒരു എസ് കൂടുതലിടും, ഒരു എം ഒന്നും സംഭവിക്കില്ല. കാരണം ഇപ്പം ഞാൻ എല്ലാ ഭാഗത്തും പെട്ടെന്നൊരു ഉദാഹരണം എൻ്റെ വായിൽ ഓർമ്മ വരുന്ന ഒന്നാണ്. നിഷ എന്നുള്ളൊരു പേരിൽ ഒരു ഐ കൂടുതലിട്ട് എങ്ങനെ പ്രൊനൗൺസ് ചെയ്യും? പറയും. NIASH ഒരു ഐ കൂടുതലിട്ടു, അതിന് എങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യാം? നിഷ തന്നെ. അഗെയിൻ നിഷ, ഒന്നുമില്ല, നീഷിക്കല്ല, നിഷ. അപ്പോൾ അതൊരു അർത്ഥമില്ലാത്തൊരു കാര്യമാണ്. ഒരുപാട് ന്യൂമറോളജിസ്റ്റുകൾ ചെയ്യുന്നത് തെറ്റാണ്. എനിക്ക് തോന്നുന്നത് നോർത്ത് ഇന്ത്യയെ കണ്ട് അനുകരിക്കുകയാണ്. നോർത്ത് ഇന്ത്യയിൽ എന്ന് വെച്ചാൽ ഓൺലൈൻ ചാനൽ ഇങ്ങനെ തട്ടിവിടും. ആരും പോയി അങ്ങോട്ട് ചോദിക്കാനും പോലെ എന്നെയാണെങ്കിൽ വിളിച്ച് 2 വഴക്കെങ്കിലും പറയും. തങ്കച്ച എന്തേ നടന്നില്ല, എൻ്റെ സ്വർണവും വാഗ്ദാന ഭൂമിയൊക്കെ എനിക്ക് എന്തേ വന്നില്ലെന്ന് ചോദിക്കുകയെങ്കിലും ചെയ്യാം. ഈ നോർത്ത് ഇന്ത്യയിൽ വരുന്ന വെബ്സൈറ്റുകളിലൊക്കെ എല്ലാ ആൾക്കാരും ഒഴുകുകയാണ്. കാരണം അവർക്ക് പണി എളുപ്പമാണ്. ഇപ്പോൾ ശരി, ഒരു എസ് കൂടുതലിടും, ഒരു എം കൂടുതലിടും. 100 എണ്ണം ചെയ്യുമ്പോൾ 10 എണ്ണം ചിലപ്പോൾ വിജയിക്കും. അതവരെ ആഡ് ചെയ്യും. മനസ്സിലായില്ലേ? അപ്പോൾ എങ്ങനെ വിജയിക്കുമെന്ന് വെച്ചപ്പം ഈ അവരുടെ ദശാഭുക്തിയിലൂടെ ചിലപ്പോൾ മാറ്റങ്ങൾ വരും. ചിലപ്പോൾ ആ സമയത്തായിരിക്കും ശബ്ദം മാറ്റുന്നത്. അങ്ങനെ മാച്ചായി പോകുന്നതാണ്. അങ്ങനെ എനിക്കും വരാറുണ്ട് പല ഭാഗ്യങ്ങളും. ഞാൻ വർക്കൗട്ട് ചെയ്ത് വേഗം വർക്കാവും. കാരണം അവരത് കാലമായി ആണ് എൻ്റെ അടുത്ത് വരുന്നത്. ഞാൻ ജസ്റ്റ് എനിക്ക് ഉടനെ കിട്ടുന്നു. ഒരു ഉദാഹരണം, പേര് വെളിപ്പെടുത്താത്തൊരു കാര്യം പറയാം. ഇന്ന് നമ്മൾ ഈ ഷൂട്ടിന് വേണ്ടി വരുന്നതിന് 2 ദിവസം മുമ്പ് എന്നോട് ഒരു വ്യക്തി സംസാരിച്ചായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് എനിക്ക് വരുന്ന കേസ് ഇപ്പോഴും 1 മാസത്തോളം പെൻഡിങ്ങുള്ള വർക്കുകളും ഉണ്ട്. അവർ പെട്ടെന്ന് സംസാരിച്ചു. പെട്ടെന്ന് ഞാൻ അവരോട് സംസാരിക്കുന്നു. പെട്ടെന്ന് അവരുടെ പേരിനുള്ളൊരു ആൻസർ എനിക്ക് കിട്ടുന്നു. അത് പറഞ്ഞപ്പോൾ അവർക്കത് ഇഷ്ടപ്പെടുന്നു. അവരത് അനുസരിക്കാമെന്ന് പറയുന്നു. ഇമ്മീഡിയറ്റ്ലി അവരത് ചെറിയൊരു പേയ്മെൻറ്റ് ചെയ്ത് അവരത് മേടിക്കുന്നു. അവർ തുടരുന്നു. പക്ഷേ ആൾറെഡി പേയ്മെൻറ്റ് ചെയ്ത് 1 മാസത്തോളം വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരോട് ഉണ്ടെന്നേ. അപ്പം ഓരോ ആൾക്കാരുടെ ഭാഗ്യം കൂടിയാണ് ഇതെല്ലാം നിശ്ചയിക്കപ്പെടുന്നത്. ഒരു കാലം അതിനുവേണ്ടി കാത്തിരിക്കുക. അപ്പോൾ നമ്മുടെ സബ്ജക്റ്റ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബിസിനസ് സ്ഥാപനങ്ങൾ, ഹോട്ടലായിക്കൊണ്ട് എന്തായിക്കൊണ്ട് പോട്ടെ, ഒരു ഹോട്ടലാണെങ്കിൽ ആ തൊഴിലിനൊരു സ്വഭാവമുണ്ട്. ജലം, തീ. അപ്പോൾ കൂടുതൽ തീയാണ് നമ്മൾ ഹോട്ടലിൽ എടുക്കേണ്ടത്. അപ്പോൾ അതിനെ നമ്മൾ എപ്പോഴും ചൂട് എന്ന് പറഞ്ഞ് എടുക്കുമ്പോൾ തന്നെ അത് നമുക്ക് ചൊവ്വയുമായിട്ട് കണക്ട് ചെയ്യണം. ആ ഗ്രഹവുമായിട്ട് കണക്ട് ചെയ്ത് ആ വ്യക്തിക്കും ഈ ഗ്രഹത്തിന് എന്ത് ബന്ധമെന്ന് പരിശോധിക്കുക. പക്ഷെ ചോദിക്കും, ഞങ്ങൾ ഇതൊന്നും നോക്കാതെ ഞങ്ങൾ ഇത്രയും കാലം വളരെ സക്സസ് ആയിട്ട് തുടർന്നില്ലേ? ഓക്കെ, തുടർന്നുള്ളൂ. പക്ഷേ ഏതെങ്കിലും ദിശാഭുക്തി അന്തരങ്ങളുണ്ടാകുന്ന മാറ്റങ്ങളും കൂടെ നിങ്ങൾ പരിശോധിച്ച് കൊണ്ടുപോവുക. അപ്പോൾ അങ്ങനെ മറ്റൊരു കാലങ്ങളിൽ ഒരു കയറ്റിറക്കം വരാതിരിക്കാനാണ് സ്ഥായിയായ ഒരു പേര് കൊടുക്കാൻ പറയുന്നത്. നല്ലൊരു പേര് സങ്കല്പിച്ച് അതിൻ്റെ ഫ്രീക്വൻസി ചെക്ക് ചെയ്ത് നിങ്ങളത് ബോർഡ് നെയിമാക്കി, ഡിസ്പ്ലേ നെയിമാക്കി നിങ്ങൾ കൂടുതൽ ആ പേരിനെ ഡെവലപ്പ് ചെയ്യുമ്പം ആ പേരിൻ്റെ ഊർജ്ജം കൂടുമ്പോൾ ബിസിനസിൻ്റെ ഊർജ്ജവും വോളിയവും കൂടും. പിന്നെ തൊഴിൽ ധർമ്മം എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് കേട്ടോ. അതില്ലെങ്കിൽ ഇതൊന്നും പറ്റില്ല. അത് നിങ്ങൾ ചെയ്ത് ഇതും കൂടെ പരീക്ഷിച്ചു പോകും. അപ്പോൾ സാർ, എത്ര നാൾ സാറ് ന്യൂമറോളജിയിൽ പേരുകളൊക്കെ ഓരോരുത്തർക്ക് കൊടുത്തിട്ടുണ്ടല്ലോ, അതിൽ സാറിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പേരെന്തായിരുന്നു? ഒരാൾക്ക് സജസ്റ്റ് ചെയ്തതിൽ? ഒരിക്കലും ആ ഒരു ചോദ്യത്തിന് ഇപ്പം നമ്മൾ ഫിലിം ആക്ടേഴ്സിൻ്റെ അടുത്തൊക്കെ നമ്മൾ ചോദിക്കത്തില്ലേ, ഈ 2 ഹീറോസിൽ നിങ്ങൾക്ക് ആരെയാണ് ഇഷ്ടം എന്ന് ചോദിക്കുമ്പോൾ ഇവർ കുഴഞ്ഞു പോകും. എത്ര നേരത്തെ ഒരു ഇതായിരിക്കും? ഒരു പേര് എല്ലാ പേരും സെലക്ട് ചെയ്യുന്നത് ഞാനാ. പലരും എന്നോട് പേര് ചോദിച്ചിട്ടുണ്ട്, ഞാൻ പേര് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എനിക്ക് ഇഷ്ടമുള്ള ഒരു പേരെന്ന് പറയുമ്പോൾ അവരെല്ലാം എന്നോട് പിണങ്ങില്ലേ? അങ്ങനെ ഒന്നും ഇല്ല. എനിക്ക് ഇഷ്ടപ്പെട്ട പേരെന്ന് പറഞ്ഞില്ല. എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആര് ജനിക്കുന്നുവോ ആ ജനന ദിവസവും ദിവസമാസ വർഷം കൂട്ടിയെടുക്കുന്ന ലൈഫ് പാത്തും ഈ രണ്ടും ഒരു സിംഗിൾ ഡിജിറ്റിൽ കൊണ്ടുവന്ന് അതിന് 2 ഗ്രഹങ്ങളാക്കി ആ ഗ്രഹങ്ങൾക്ക് 2 ഗ്രഹങ്ങൾക്കും മാച്ച് ആവുന്ന മറ്റൊരു മൂന്നാമത്തെ എനർജിയാണ് ഫ്രീക്വൻസി കൊണ്ട് വയ്ക്കേണ്ടത്. അത് ഈ 2 ഗ്രഹങ്ങളുമായിട്ട് സപ്പോർട്ടീവ് ആയിട്ടുള്ള ഗ്രഹത്തിൻ്റെ ആയിരിക്കണം നമ്മൾ വയ്ക്കുന്ന പേര്. അതിൽ ഭാഗ്യകരമായ പേരുണ്ട്. ഇപ്പോൾ 23 എന്നൊക്കെ ഭയങ്കര ഭാഗ്യകരമായ പേരുണ്ട്, എല്ലാവർക്കും ഉപയോഗിക്കാം 23 വയ്ക്കുന്ന പേര്. പക്ഷേ ഇവിടെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ സൂക്ഷ്മം. അതായത് ഞാൻ ഹീബ്രു നോക്കുമ്പോൾ 23 ഡയറക്റ്റ് ന്യൂമറോളജി കിട്ടിയാലും ഹീബ്രുവിൽ മറ്റൊരു നമ്പറായിരിക്കും. അത് പരിശോധിക്കാൻ വയ്ക്കാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞാൽ അതിന് ആസ്ട്രോ സൈഡ് കൊണ്ടുപോകേണ്ടത്. അപ്പോൾ ഈ 3 തലങ്ങളിലൂടെ ഞാൻ ന്യൂമറോളജി പരിശോധിക്കുന്നത്. ഒരിക്കലും ഞാൻ ന്യൂമറോളജി മാത്രം നോക്കി ആർക്കും പേര് കൊടുക്കില്ല. ന്യൂമറോളജി നോക്കും, അതിലൊരു നല്ല പേരാണെങ്കിൽ അതിനെ ഹീബ്രു സൈഡ് നോക്കും, അതിലൊരു നല്ല പേര് അതും നല്ലതാണെങ്കിൽ അതിനെ ആസ്ട്രോ സൈഡ് നോക്കി അതിന് കാണുന്ന സിംഗിൾ ഡിജിറ്റ്, അതായത് ഒരു ഗ്രഹമായി സങ്കല്പിച്ച ആ ഗ്രഹം ആസ്ട്രോയിൽ എന്താണെന്ന് നോക്കും. ഇനി ജനന സമയം ഇല്ലാത്തവർക്ക് ഈ 2 സൈഡ് നോക്കും. എല്ലാവർക്കും ജനന സമയം ഇല്ലെന്നില്ലല്ലോ. പിന്നെ എനിക്കിത് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് ആൾക്കാർക്ക് ഞാൻ പേര് കൊടുക്കുമ്പോൾ അതിൽ ചിലരെന്നെ വിഷമിപ്പിക്കാറുണ്ട്. അവരുദ്ദേശിക്കുന്ന പേര് ഞാൻ പറയണം, അത് പറ്റത്തില്ല. അപ്പോൾ അവരോട് ഞാൻ 63 പേര് കൊടുത്ത കഴിഞ്ഞ മാസത്തെ ന്യൂ ബോൺ ബേബി ഉണ്ട്. അപ്പം ഞാൻ അവരോട് പറഞ്ഞു, ഇതെനിക്ക് ഒരിക്കലും സാധ്യമില്ല. ഒരു ന്യൂമറോളജിസ്റ്റും 63 പേര് തരില്ല. കണ്ടിന്യൂസ്ലി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഒരിക്കലും ഈ വർക്ക് ചെയ്യാൻ സ്റ്റോപ്പ് ചെയ്യുമായിരുന്നു. പക്ഷേ നിങ്ങളല്ലേ എൻ്റെ ക്ലൈൻറ്റ്, ആ ജനിച്ച് കിടക്കുന്ന കുഞ്ഞാണ് എൻ്റെ ക്ലൈൻറ്റ്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ 63 പേരും കണ്ടുപിടിക്കുന്നത്. 63 പേരും കണ്ടുപിടിച്ചു. വേറെ വഴിയില്ല. ഇതൊന്നും അവർക്ക് ഇഷ്ടപ്പെടുന്നില്ലെന്നേ. അപ്പോൾ ഞാൻ ആലോചിക്കുന്നത്, ഇത് ആർക്ക് വേണ്ടി ഞാൻ ഈ പേര് കണ്ടുപിടിക്കുന്നത്? എൻ്റെ ക്ലൈൻറ്റ് ആ കുട്ടിയാണ്. ആ കുട്ടിക്ക് എനിക്ക് കോൺടാക്റ്റ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഇവരെ ഞാൻ സഹിച്ചേ പറ്റുള്ളൂ. എന്നാലും അവർക്ക് ഭാഗ്യവശാൽ ഞാൻ മനസ്സിന് ഇഷ്ടപ്പെട്ട പേര് തന്നെയാണ് അവർ സെലക്ട് ചെയ്തത്.
എനിക്കതിൽ ഒരു പേര് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു, ആ കുട്ടിക്ക് അനുയോജ്യമായ ഒരു പേരായിരുന്നു. അപ്പോൾ എൻ്റെ ക്ലയൻറ്റ് ആ കുട്ടിയോടുള്ള സ്നേഹം, അപ്പോൾ ഞാൻ മനസ്സിൽ പ്രാർത്ഥിച്ചു അവർ പേര് എടുക്കണമെന്ന്. അവർ ലാസ്റ്റ് ആ പേര് തന്നെ എടുത്തു. അതേപോലെ പലർക്കും നമ്മൾ പേര് പറയുമ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ടാണ്. ഇവർ ചിന്തിക്കുന്നത് അടുത്ത വീട്ടിൽ ആരെന്ത് വിചാരിക്കും, ഓഫീസിൽ എന്ത് വിചാരിക്കും. ഇവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും ഇവർക്ക് വേണ്ടിയാണ് നമ്മളൊരു പുതിയൊരു ശബ്ദത്തിനെ എടുക്കുന്നത്. പക്ഷെ ഇവരുടെ ചിന്ത പോകുന്നത് കൂട്ടുകാരെന്ത് വിചാരിക്കും, നാട്ടുകാരെന്ത് വിചാരിക്കും, ഓഫീസിൽ എന്ത് വിചാരിക്കുമെന്നും. അതിനെനിക്ക് മറുപടിയില്ല. ഒരു ടെക്നീഷ്യൻ അവൻ്റെ മാക്സിമം ആത്മാർത്ഥത കാണിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ജനന ദിവസവുമായി ഇവരുടെ ആസ്ട്രോ സൈഡും ന്യൂമറോളജി, ഹീബ്രു, പിരമിഡ്, ആസ്ട്രോ എല്ലാ സൈഡിൽ നിന്നും വ്യക്തമായ ഒരു ഫ്രീക്വൻസി. എന്നാൽ ഫലത്തിൽ പറയാൻ കുറച്ചുകൂടെ നന്നായിട്ടൊരു പേര് മാത്രമേ ഒരു ടെക്നീഷ്യൻ സെലക്ട് ചെയ്യുള്ളൂ. ചില പേരുകൾ ആദ്യമായി കേൾക്കുമ്പോൾ വലിയ ബുദ്ധിമുട്ടുണ്ടാവും. എങ്ങനെ പൃഥ്വിരാജ് എന്നുള്ള പേര് ആദ്യം നമുക്ക് പറയാൻ പറ്റുമായിരുന്നോ? പിന്നെ ഇപ്പം നമ്മൾ പറയുന്നില്ലേ? അതേപോലെ ചില പേരുകൾ ആദ്യമായി കേൾക്കുമ്പോഴും പറയാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ട് തോന്നും. പിന്നെ ആ പേരിനോട് പഴകി വരുമ്പോൾ ആ പേര് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ന്യൂമറോളജിക്കൽ കറപ്ഷൻ ഒരു ടെക്നീഷ്യനെയും കൂടെ നിങ്ങൾ കുറച്ച് അനുസരിക്കുക. ഇത് വേണ്ട, അത് വേണ്ട, ഈ പേരൊന്നും കൊള്ളില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ വായി വരാൻ പറ്റാത്ത പേരുകളാണ് അവിടെ ഫോറിനേഴ്സിനൊക്കെ പോയി നിങ്ങൾ വിളിക്കുന്നത്, വിദേശത്തൊക്കെ പോയി വിളിക്കുന്നത് അല്ലേ? എന്നാൽ അതിനെയൊക്കെ വാഴ്ത്തി പാടിക്കൊണ്ടിരിക്കുക നിങ്ങൾ, മനസ്സിലായില്ലേ? അപ്പോൾ പേര് അതിൻ്റെ സ്റ്റൈലൊന്നും നോക്കരുത്. ഫ്രീക്വൻസി കൊള്ളാമെങ്കിൽ വെക്കുക. 1-2 ആഴ്ചയ്ക്ക് പറഞ്ഞ് അത് ഫീൽ ആയിക്കോളും. മറ്റൊരു കാര്യം, നിങ്ങളുടെ പേര് നിങ്ങൾക്കുള്ളതല്ല, അത് ഞങ്ങൾക്കുള്ളതാണ്. എൻ്റെ പേര് എനിക്കുള്ളതല്ല, നിങ്ങൾക്ക് ഉപയോഗിക്കാനുള്ളതാണ്. അപ്പം നിങ്ങൾക്കും കൂടെ ചേർത്തില്ല ഞാനൊരു പേര് വയ്ക്കുന്നത്. അപ്പോൾ ഇവിടെ പേര് വയ്ക്കുന്ന വെച്ചാൽ ആ റിലേഷനിൽ ആർക്കെങ്കിലും ആ കുട്ടിക്ക് ഒരു പേരുണ്ട്, ആ വേണ്ട, ആ പേര് എൻ്റെ മോന് വേണ്ട. നാട്ടിൽ ഏതെങ്കിലും ഒരു പേരുണ്ട്, ആ പേര് വേണ്ട, ഈ അവിടെ ഉണ്ട്. ഇതൊരു ഐഡന്റിഫിക്കേഷനുള്ള സാധനമാണെന്നേ. അതിൽ ഫ്രീക്വൻസി നോക്കിയാൽ കുട്ടിയുടെ ഭാവി നോക്കൂ. നിങ്ങളുടെ ഇഷ്ടത്തിന് ആ കുട്ടിയെ മറ്റൊരു പേര് അടിച്ചേൽപ്പിക്കുന്നത് തെറ്റല്ലേ? ആ കുട്ടി വളരും. ആ ഫ്രീക്വൻസി ആ കുട്ടിക്ക് ബാധകമാണോ സാധകമാണോ എന്നുള്ളത് എത്ര കാലം കഴിഞ്ഞാണ് തിരിച്ചറിയുന്നതെന്നറിയോ? അതുവരെയുള്ള നഷ്ടബോധങ്ങൾ ഏറ്റുവാങ്ങുന്ന ആ കുട്ടിയല്ലേ? അപ്പം പേര് വയ്ക്കുമ്പം എല്ലാ രീതികളിലും വളരെ സൂക്ഷിച്ച് ഒരു നല്ലൊരു ടെക്നീഷ്യൻ്റെ സഹായത്തോടെ പേര് വയ്ക്കുന്നത് ന്യൂമറോളജി പ്രകാരം നല്ലത്. അപ്പം ഇന്നത്തെ നമ്മുടെ ന്യൂമറോളജിയുടെ എപ്പിസോഡായിരുന്നു. അപ്പം ന്യൂമറോളജിയെ പറ്റിയും ഒരു സ്ഥാപനത്തിനും ഒരു വ്യക്തിക്കും പേരിടുന്നതിനെ പറ്റിയും സാർ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങൾക്കും ഇതുപോലെ സംശയങ്ങളുണ്ടെങ്കിൽ സാറിനെ ഡയറക്റ്റായിട്ട് കോൺടാക്ട് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് നമ്മൾ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട്. മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം.